എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ചെറിയൊരു ഷോർട്ട് ഇതിട്ടായിരുന്നു, കണ്ടു കാണുന്നവർക്കറിയാം. ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ഒരു ലേഹ്യം ഞാൻ ഉണ്ടാക്കി കാണിക്കുമെന്ന്. ഇന്നതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ആയുർവേദ ലേഹ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഹ്യമാണ് കേട്ടോ. അത് മെയിനായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കേട്ടോ. അതിനുവേണ്ടി ഇതുകൊണ്ട് നല്ല മുഖത്തെ പാടുകൾ മാറ്റാനുള്ള കാച്ചി എണ്ണ ഉണ്ടാക്കാം. മുഖത്ത് നമ്മളെ എല്ലാ പാടുകളും മാറും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പൊരിച്ചിൽ, കാല് പൊരിച്ചിൽ, ചൊറിച്ചിൽ എന്ന് വേണ്ട എല്ലാത്തിനും ഇതിൻ്റെ ഓയിൽ നല്ലതാണ്. ഇത് കാച്ചിയെടുക്കുന്ന ഓയിൽ കേട്ടോ. പിന്നെ ഇത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന ലേഹ്യമാണ്. ഈ ലേഹ്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനം സ്ത്രീകൾക്കാണ്. പിന്നെ മെയിനായിട്ട് അല്ലാതെ പിത്തം, രക്തദോഷത്തിനും ചൂട്, ഈ നമ്മളെ ശരീരത്തിനുള്ള നീറ്റലുണ്ടല്ലോ, ചൂട് കൊണ്ടുള്ള ഒരു പ്രത്യേക നീറ്റലൊക്കെ ഉണ്ടല്ലോ, ആ നീറ്റലിന്, പിന്നെ ഛർദി ഒക്കെ ഉള്ളതിനും, പിന്നെ വയറുവേദന, ഏറ്റവും മെയിനായിട്ടിത് പറയുന്നത് വയറുവേദനയാണ്. ആർത്തവ സംബന്ധമായ വയറ്റുവേദനയ്ക്ക് ഇതിൻ്റെ ലേഹ്യം ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ലേഹ്യം മാത്രമല്ല, ഇല, പൂവ്, കായ്, വേര് എന്ന് വേണ്ട ഈ അശോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പട്ടയാണ്. പൂവും പ്രധാനപ്പെട്ടത് തന്നെ, എന്നാലും ഏറ്റവും കൂടുതൽ അശോകപ്പട്ടയെന്ന് പറയും. ആ പട്ടയിട്ട് കഷായം വെച്ച് പ്രസവ സമയത്ത് കുടിച്ചാൽ നമ്മുടെ ഗർഭപാത്രത്തിലുള്ള ഈ നീർവീഴ്ചയും അധിക രക്തം അതുമെല്ലാം മാറാനായിട്ട് ഈ അശോകപ്പട്ടയിട്ടുള്ള കഷായം ഏറ്റവും നല്ലതാണ്. ഗർഭപാത്രത്തിന് നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ വയറുവേദനയ്ക്കും ഏറ്റവും നല്ലതാണ് അശോകപ്പൂവിൻ്റെ ലേഹ്യവും അതുപോലെ കഷായവും എല്ലാം. അശോകാരിഷ്ടം കേട്ടിട്ടില്ലേ? പ്രസവ സമയത്ത് ദശമൂലം, ബലാരിഷ്ടം, അശോകാരിഷ്ടം, ഈ 3 അരിഷ്ടങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്നത്. അതേപോലെ ഈ അശോകപ്പൂവിൻ്റെ ലേഹ്യവും ഉണ്ടാക്കി കഴിക്കും. എണ്ണ ഉണ്ടാക്കി ദേഹത്ത് കുഞ്ഞു കുട്ടികൾക്ക് തേക്കാൻ, കരപ്പനൊക്കെ മാറാനായിട്ട് ഈ അശോകപ്പൂവിൻ്റെ എണ്ണ ഏറ്റവും നല്ലതാണ്. അതേ കണക്ക് തന്നെ മുഖത്തുള്ള പാടുകളെല്ലാം മാറാനും. അപ്പോൾ ഇന്ന് നമുക്ക് അശോകപ്പൂവിൻ്റെ ഒരു ലേഹ്യമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത്: തേങ്ങയുടെ 1-ാം പാല്, ഇത് തേങ്ങയുടെ 2-ാം പാല്, ഇത് കരിപ്പോട്ടി ഉരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ 1 ഗ്ലാസ് അരിപ്പൊടി. പണ്ട് നേരത്ത് അരി വെള്ളത്തിലിട്ട് അരച്ചാണ് ഈ ലേഹ്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ പച്ചരിപ്പൊടി ഉണ്ടായതുകൊണ്ട് 1 ഗ്ലാസ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സി ഇത് അരച്ചെടുക്കാനുള്ള മിക്സി വേണം. പിന്നെ നല്ല അടിക്കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി വേണം. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഉരുളി എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായതുകൊണ്ട് ഞാൻ ഇതെടുത്ത്, നല്ല കട്ടിയുള്ള ചട്ടി കേട്ടോ. അപ്പോൾ പിന്നെ നെയ്യാണ് ചേർക്കുന്നത്. പക്ഷേ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. ഞാൻ ചേർക്കുന്നത് പച്ചെണ്ണയാണ് കേട്ടോ. പച്ചെണ്ണ ഏറ്റവും നല്ലതാണ്. ഈ ലേഹ്യം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചേക്കാണ്. കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട്. നമുക്കിതൊന്ന് മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഓക്കെ. ഇതിൻ്റെ പൂവെല്ലാം ഞാൻ വൃത്തിയാക്കി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരയ്ക്കുന്നത് 2-ാം പാൽ ഒഴിച്ച് തന്നെ ഇത് അരയ്ക്കുന്നത് കേട്ടോ. 2-ാം പാലിനകത്ത് ഒഴിച്ച് നമുക്ക് വൃത്തിയായിട്ട് അരച്ചുകൊണ്ട് വരാം. 2-ാം പാലാണിത്. 2-ാം പാൽ ഒഴിച്ച് അരയ്ക്കാം. കണ്ടില്ലേ? 2-ാം പാൽ ഒഴിച്ച് നല്ലോണം വൃത്തിയായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് അരയ്ക്കരുത്. അതുകൊണ്ട് ഞാൻ അരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കേണ്ട, ഇതിൽ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി എല്ലാം ഇടരുത്, കുറച്ച് അരിപ്പൊടി കുറച്ച് 2-ാം പാലിനകത്ത് ഒഴിക്കുക. അതും ഒന്ന് അരച്ചുകൊണ്ട് വരിക. അതും 2-ാം പാലിനകത്ത് ഒഴിച്ച്, ഇതിപ്പോൾ ഒഴിക്കരുത്. ഇതൊന്ന് ചൂടായി നല്ലോണം തിളച്ച് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം മാത്രം ഒഴിക്കണം. അതുപോലെ നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് എന്നുകൊണ്ട് ഈ കുറച്ച് അത് ബാക്കിയും കൂടെ ഇട്ട് അരച്ചെടുക്കുക. കുറേശ്ശെ അല്ലെങ്കിൽ കട്ടി കൂടും. അതുകൊണ്ട് 2 ഘട്ടമായിട്ട് ഇടുന്നത്. അപ്പോൾ അരിപ്പൊടി നമ്മൾ 2-ാം തേങ്ങാപ്പാലിനകത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നല്ലോണം ഒന്ന് തിളച്ച് പൊങ്ങണം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2-ാം പാലിനകത്ത് ഒഴിച്ച അശോകപ്പൂവാണ് കേട്ടോ.
ഇത് നല്ലോണം തിളയ്ക്കട്ടെ. ഞാൻ ഫുള്ള് പൂവ് എടുത്തില്ല, കുറച്ച് പൂവ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചിപ്പോൾ ഈ വെയിലൊക്കെ ഇല്ലയോ, കൈയൊക്കെ വരണ്ട് ഒക്കെ കൈയും മുഖമൊക്കെ വരണ്ട് പോകത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എണ്ണ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കരിപ്പോട്ടി ഒഴിക്കാം. ഇത് 250 നമ്മൾ ഒരു കട്ട കരിപ്പോട്ടിയുടെ പകുതിയാണിത് കേട്ടോ. കുറച്ച് മധുരത്തിലേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നല്ല കട്ടി മധുരമാണെങ്കിൽ ഒരു കട്ട കരിപ്പൊട്ടി മൊത്തത്തോട് എടുക്കണം കേട്ടോ. ഇനി ഇത് നല്ല വൃത്തിയായിട്ട് തിളയ്ക്കണം. അശോകപ്പൂവ് കിട്ടിയാൽ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. അതേ കണക്ക് തന്നെ അശോകത്തിൻ്റെ പട്ട കിട്ടിയാലും കൊണ്ടുവന്ന് കഷായം വെച്ച് കഴിക്കണം. ഏത് പ്രായക്കാർക്കും എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്, ആയുർവേദ മരുന്നാണ് കേട്ടോ. ആൺകുട്ടികൾക്കൊന്നുമില്ല, പെൺകുട്ടികൾക്കൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാം കേട്ടോ. എല്ലാവർക്കും കഴിക്കാം. ശരീരവേദനയൊക്കെ മാറും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടേക്കാം. സോറി, ഉപ്പല്ല, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ശക്കലിൽ മഞ്ഞൾപ്പൊടി ഇട്ടേക്കണം. ഉപ്പെന്ന് പറഞ്ഞു പോയി, മറന്നു പാട് കേട്ടോ. സോറി. അല്ലേ, ഇതിപ്പോൾ ഇത് നല്ല തിളച്ച് വരും. നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട്. ആ തിളവിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഈ അരിയും തേങ്ങാപ്പാലും ഒഴിച്ച് വെച്ചേക്കുന്നത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് തിക്കാവും കേട്ടോ. കണ്ടില്ലേ, ബാക്കിയും കൂടെ ഒഴിച്ചിടും. ഇത് രണ്ടാം പാലിനകത്ത് ഒഴിച്ചത് തന്നെ കേട്ടോ. ഒരു തുള്ളി പച്ചവെള്ളം ഒന്നും ചേർക്കരുതേ. കണ്ടില്ലേ, ഇത് നല്ലോണം ഇളക്കുക. ഇനിയാണ് കൈ വിടാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കണം. നമുക്കൊരു 100 പച്ചെണ്ണ ഒഴിക്കാം. നെയ്യ് എടുക്കണമെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളവരെ കണക്ക് അത് കണക്ക് ചെയ്യാം. നെയ്യേക്കാട്ടി നല്ലത് പച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇത് കിണ്ടി അലുവാട പോലെ ആക്കിയെടുക്കണം. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടില്ല. ഇനി ലാസ്റ്റ് മാത്രം ഒന്നാം പാൽ. ഇത് കാരണം ഇതെല്ലാം ഒന്ന് മിക്സ് ആവണം. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒന്നാം പാലിനകത്ത് വേണം ഇത് നല്ലോണം വെന്ത് വരാൻ. അപ്പോൾ തീ കുറച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി ഇങ്ങനെ വറ്റിച്ചെടുക്കണം. നല്ല വിട്ട് വരും. അലുവയുടെ കണക്ക് ഇതിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിന് ഇറക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇത് നല്ല ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണിത് കേട്ടോ. ഇത് നല്ല വൃത്തിയായിട്ട് ഇനി നമ്മൾ ഇത് നല്ലോണം വറ്റി വരുമ്പം ഒരു 2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് എടുക്കണം. ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് കുറേ ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിരുന്നിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് ഇത് നല്ലോണം വറ്റിച്ച് കുറച്ചും കൂടെ ശരിയാവാനുണ്ട്. അപ്പോൾ നമ്മുടെ അശോകപ്പൂവിൻ്റെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അശോകത്തിന് പ്രാധാന്യം വേറെയും ഉണ്ടെന്ന് അറിയാമല്ലോ. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ഇരുത്തിയതും അശോകവനത്തിലായിരുന്നു. അതേപോലെ നമ്മുടെ ആഞ്ജനേയ സ്വാമി സീതാദേവിയെ കണ്ടുമുട്ടിയതും അശോകത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു കേട്ടോ. ലങ്ക എല്ലാം ഫുള്ള് നശിപ്പിച്ചപ്പോഴും ഈ അശോകവനവും മാത്രം നമ്മുടെ ഹനുമാൻ സ്വാമി നശിപ്പിച്ചില്ല. കാരണം അത് നമ്മുടെ രാമൻ്റെ പത്നി സീതാദേവി ഇരുന്ന സ്ഥലമായതുകൊണ്ട് ഭഗവാൻ അവിടെ ഹനുമാൻ സ്വാമി അത് ഒന്നും ചെയ്തില്ല. അത് അങ്ങനെ ഒരു പ്രാധാന്യം കൂടെ ഈ അശോകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ രാമക്ഷേത്രത്തിൽ മാത്രം ഈ പൂവ് എടുക്കത്തില്ലേ, ബാക്കി ഏത് ക്ഷേത്രത്തിലും നമുക്ക് ഈ പൂവ് കൊടുക്കാം കേട്ടോ. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമാണ് അശോകപ്പൂവിൻ്റെ മാല കേട്ടോ. അങ്ങനെയൊരു പ്രാധാന്യം ഉണ്ട് ഇതിന് കേട്ടോ. അശോകവനമെന്നാണ് അറിയപ്പെടുന്നത് പുരാണത്തിൽ. അതാണ് അശോകം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേഹ്യത്തിനകത്ത് ശകലം പച്ചെണ്ണയും കൂടെ ഇനി ഒഴിച്ച് ഇറക്കിയാൽ മാത്രം മതി.
പച്ചെണ്ണ ശരീരത്തിന് ഉറപ്പ് വരുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ വലിയ കുട്ടികളാകുമ്പോഴും പച്ചെണ്ണയും മുട്ടയും അല്ലേ നൽകുന്നത്, നെയ്യല്ലല്ലോ നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചെണ്ണയ്ക്കകത്ത് തന്നെ ശരിയാക്കുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് പച്ചെണ്ണയാണ് ശരീരത്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ ലേഹ്യം ഇവിടെ ശരിയായിട്ടുണ്ട്. ഈ തണുക്കുമ്പോൾ നമുക്ക് പാത്രത്തിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അശോകത്തിൻ്റെ കഥയും ലേഹ്യം ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി. തണുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് പാത്രത്തിലാക്കി വയ്ക്കാം. കണ്ടല്ലേ, ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി. ഈ ലേഹ്യത്തിന് യാതൊരു ചവർപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ലതാണ് കഴിക്കാൻ കേട്ടോ. ഒരു ടേസ്റ്റാണ് കഴിക്കാൻ. പണ്ട് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോഴും എൻ്റെ നാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിന്ന ആശുപത്രിയിലും അതേപോലെ തന്നെ ഈ ലേഹ്യം എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് അതും എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിക്കാതിരിക്കരുത്. കുട്ടികൾക്കും ഒക്കെ കൊടുത്താലും അവർ വേറെ ഏതെങ്കിലും ഒരു പലഹാരമെന്ന് പറഞ്ഞൊക്കെ അങ്ങ് കഴിച്ചോളും. തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പം തന്നെ കട്ടിയായിട്ടുണ്ട്. കുറച്ച് തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. കണ്ടില്ലേ? തണുക്കുമ്പോൾ നമുക്ക് നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിനകത്താക്കി, സ്റ്റീൽ പാത്രം മതി, അതിനകത്താക്കി വലിയൊരു പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ആവശ്യാനുസരണം കഴിക്കാം. ഇത് മധുരം കുറവാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം കരിപ്പൊട്ടി ഇട്ട് ശരിയാക്കി എടുക്കാം കേട്ടോ. 2 കരിപ്പൊടിയൊക്കെ ഇട്ട് വേണമെങ്കിൽ ശരിയാക്കി എടുക്കാം. കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി എടുക്കാൻ പറ്റും. ഇപ്പം അത് തണുക്കണം കേട്ടോ. മധുരം ഉണ്ടോ നോക്കാം. ആദ്യമേ പറയുന്നത് ലേഹ്യമൊക്കെ ഉണ്ടാക്കിയാൽ ഒന്ന് ചുറ്റിച്ച് ഒന്ന് ദൂരെ കളയണമെന്ന്. അടുപ്പുണ്ടെങ്കിൽ അടുപ്പിലിടുക, അല്ലെങ്കിൽ ദൂരോട്ട് കളഞ്ഞിട്ട് വേണം ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാനെന്നാണ് പറയുന്നത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. അശോകപ്പൂവിൻ്റെ ആ മണം ഉണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ് കേട്ടോ. സീതാദേവി ഇരുന്നല്ലേ, എങ്ങനെ ഇത് നല്ലയാവാത്തേ? ഓക്കേ.